ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. उड़ान योजना के नए चरण की भी शुरुआत हुई है. इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है. വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13-ന് ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954ആയി.
16,000-ലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്നു പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നത് കൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. हर मजदूर को मांगने पर सुनिश्चित काम मिले और इसलिए मनरेगा में जितनी कमियां थी उनको दूर करते हुए 1 जुलाई से विकसित भारत जी रामजी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा. സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന് ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4ാം സംഘം ഇന്നു പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.